CPIM മുൻ MLA S. രാജേന്ദ്രൻ BJPയിലേക്ക് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ഇന്ന് അംഗത്വം സ്വീകരിക്കും. തുടർന്ന് മാരാർജി ഭവനിൽ വാർത്താസമ്മേളനവും വിളിച്ചിട്ടുണ്ട്. 2006, 2011, 2016 കാലയളവിൽ CPIMന്റെ MLA ആയിരുന്നു. അർജുൻ രാജു ചേരുകയാണ്. അർജുൻ, അത് കേരളത്തിലെ ഓപ്പറേഷൻ താമരയിൽ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ്. എന്തായാലും നേരത്തെ തന്നെ ഇത് തീരുമാനിക്കപ്പെട്ടതാണ്. ഇന്ന് അംഗത്വം സ്വീകരിക്കും. രുചീഷ്, ഇടുക്കിയിലെ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു S. രാജേന്ദ്രൻ. 2006, 2011, 2016 വർഷങ്ങളിൽ നിയമസഭയിൽ എത്തി. ദേവികുളത്തുനിന്ന് ജയിച്ചാണ് എത്തിയത്. 2021 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ CPIMന്റെ സ്ഥാനാർത്ഥിയായി A. രാജയെയാണ് തീരുമാനിച്ചത്. രാജയ്ക്കെതിരെ തെരഞ്ഞെടുപ്പിൽ എതിരായി പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് S. രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം CPIMുമായി അകന്ന് കഴിയുകയാണ് S. രാജേന്ദ്രൻ. പിന്നീട് പലവട്ടം BJPയുമായി ചർച്ച നടത്തി. BJPയിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ പലവട്ടം വന്നു. അത് ആ ഘട്ടത്തിലൊക്കെ നിഷേധിക്കുന്ന സമീപനമാണ് S. രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് വൈകാതെ S. രാജേന്ദ്രൻ BJPയിലേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹം ശക്തമായത്. അത് ഇന്ന് സ്ഥിരീകരിക്കുകയാണ്. ഇന്ന് രാവിലെ 11:00 രാജീവ് ചന്ദ്രശേഖർ BJP ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവിടെ വെച്ച് S. രാജേന്ദ്രൻ BJPയുടെ അംഗത്വം സ്വീകരിക്കും. സുജീഷ. ശരി അർജുൻ.